എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പക്ഷെ ഇത് ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് നിങ്ങളുടെ. ഇത്രയും ഫ്രീ ആയിട്ടാണ് നമ്മൾ അവരായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് എഡ്യൂസിന് ചേർത്തതിന് ശേഷം എനിക്ക് കിട്ടിയത്. ഞാൻ നിങ്ങൾ വിട്ടു പോവില്ല, കിട്ടുന്നത് വരെ ഞാൻ പോവില്ല. പിക്ക് ചെയ്തത് എന്തായാലും നന്നായി ഇപ്പൊ എനിക്ക് നല്ല ഉറപ്പുണ്ട്. എജ്യൂസ് അക്കാഡമി ഇട്ട ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ഇരുന്നു പറയാണ്. എജ്യൂസിന്റെ അടിപൊളി ക്ലാസ് ആണ്. ഏറ്റവും ബെറ്റർ തന്നെയായിരുന്നു എഡ്യൂസ്. സത്യം ബാക്കിൽ നടന്ന് പഠിക്കുന്നത് തന്നെ വേറൊരു ടീമിനെ ഞാൻ കണ്ടിട്ടില്ല. മോസ്റ്റ് ക്വസ്റ്റ്യൻസും എജ്യൂസിന് നല്ല ക്വസ്റ്റ്യൻസ് ആണ്. എന്താ പറയാ, നല്ലതായിരുന്നു, വളരെ അടിപൊളിയായിരുന്നു. എനിക്ക് സംതിങ് ഡിഫറെന്റ് ആണ് എജ്യൂസിന്റെ ടീം. അപ്പൊ നമ്മള് ഇന്നത്തെ എക്സാമിന്റെ ആൻസർ കീ ഓൾറെഡി റിലീസ് ആയിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഡിസ്കഷൻ കഴിഞ്ഞു. നമ്മുടെ ക്ലാസ്സസ് എത്ര നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നെന്നും എക്സാമിനെ പറ്റി നിങ്ങളുടെ ഒരു റിവ്യൂ അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു നിർത്തിയതാണ്. പക്ഷെ അതേ ക്വസ്റ്റ്യൻ തന്നെ പേപ്പറിൽ വന്നപ്പോ എന്താ പറയാ, വന്ന സന്തോഷം എന്താന്ന് പറയും. കറക്റ്റ് മാം നിങ്ങളെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എജ്യൂസിന്റെ പേപ്പറാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പൊക്കോളാം. കറക്റ്റ് പേപ്പർ പറഞ്ഞപ്പോ എജ്യൂസ് അക്കാഡമി ഇട്ട ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ഇരുന്നു. കറക്റ്റ് എജ്യൂസ് ഇട്ട പേപ്പർ എനിക്ക് സന്തോഷം വന്നു, കണ്ണീര് വരെ വന്നു. അത്രയും സന്തോഷമായി. പക്ഷെ കുറെ കൺഫ്യൂഷൻ വന്നിട്ട് തെറ്റിയുണ്ട്. കുറെ എന്നിട്ട് പറയാ നെഗറ്റീവ് മാർക്ക് വന്നിട്ടുണ്ട്. എന്നാലും വേണ്ടില്ല, ഞാൻ ഇത്ര നാൾ വരെ ഒരു കോച്ചിങ്ങിനും പോവാണ്ട് എടുത്ത് ആദ്യമായിട്ട് ഞാനൊരു കോച്ചിങ്ങിന് കയറി ആദ്യമായിട്ട് എഴുതണ PSC അങ്ങനെ എഴുതണ PSC ആ 10-25 ദിവസത്തിന്റെ ഉള്ളിലുള്ള നമ്മുടെ ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് നമുക്ക് ഇത് തന്നിരുന്നില്ല പഠിക്കാൻ പറഞ്ഞിട്ടും എക്സാം ആയിട്ടും. അത്രയും ഇതിൽ ഞാൻ എടുത്ത എഫേർട്ടിന് ഇത്രയും എനിക്ക് മാർക്ക് കിട്ടിയെങ്കിൽ ഞാനിപ്പോ ആലോചിക്കാം, അന്നോട്ട് ഞാൻ എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് ഒന്നെനിക്ക് റാങ്ക് ലിസ്റ്റിലെങ്കിലും കയറാൻ പറ്റിയായിരുന്നു. കൊറേ ആൻസറുകൾ ശരി. അപ്പൊ ഇനിയിപ്പൊ ഞാൻ റാങ്ക് ലിസ്റ്റിൽ കേറുമോ? അത്രയും ഇതില് അങ്ങനെ ഒരു അവസ്ഥ. ഇത്രയും സന്തോഷമായിട്ട് ഞാനൊരു PSC എഴുതിയിട്ടില്ല ഇന്നേ വരെ. ഇത്രയും ടൈം ഉണ്ടായിരുന്നില്ല. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പക്ഷെ ഇത് ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് നിങ്ങളുടെ. ഇങ്ങനെ വേണം പഠിക്കാൻ. എന്തായാലും ജോസ്മിക്ക് നല്ല മാർക്സ് കിട്ടട്ടെ. ഇനിയിപ്പോ അടുത്ത എക്സാം ആണെങ്കിൽ അത് ഉറപ്പായിട്ട് റാങ്ക് ലിസ്റ്റിൽ കയറട്ടെ കേട്ടോ. അല്ല, ഇനി എക്സാമുകൾ അടുത്തടുത്ത് വരണേന്ന് എന്റെ പ്രാർത്ഥന. എനിക്കിപ്പോ ഒരു പഠിക്കാനൊരു ഇൻട്രസ്റ്റ് സത്യമായിട്ടും എക്സാം എത്രയും പെട്ടെന്ന് അടുത്തടുത്ത് ഉണ്ടാവണേന്നാണ് ഞാനും. മീൻസ് ആ ഒരു പഠിച്ചതിന്റെ ആവേശമാണ്. എക്സാം അപ്പൊ എന്നോട് പറയാം, ആദ്യമായിട്ട് ഒരാൾ ആ എക്സാം എഴുതിട്ട് സൂപ്പർ എന്ന് പറയണേന്ന്. അപ്പൊ എന്തായാലും ജോസ്മിക്ക് ബെസ്റ്റ് വിഷസ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക ലാസ്റ്റ് വരെ. ഇനിയുള്ള എക്സാം ഒക്കെ സ്കോർ ചെയ്ത് അടിപൊളിയായിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവട്ടെ കേട്ടോ. നമ്മൾ ഗോ ത്രൂ ചെയ്തിട്ടുള്ള പോർഷൻസ് ആണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എജ്യൂസിൽ ചേർന്നിട്ട് എന്ന് പറഞ്ഞാല് ഞാൻ ഫസ്റ്റ് ടൈമാണ് അറ്റൻഡ് ചെയ്തത് ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ എന്നാലും ഇത് ഞാൻ അറ്റൻഡ് ചെയ്താണ്ടാണ് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഒരു വലിയ നഷ്ടമായിരുന്നു. കാരണം നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് കണ്ടുകഴിഞ്ഞാൽ ഇത് ഏതാന്നുള്ള ഒരു അന്തം വിട്ട ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഈവൻ നമുക്കറിയാം അത് ഏത് ക്വസ്റ്റ്യൻസിൽ എവിടെ വരുന്നതാണ്, എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ടീച്ചേഴ്സ് പറഞ്ഞതാണെന്നുള്ളത് നമുക്ക് അത്രയും അറിയാം. എന്തൊക്കെയാണോ നമുക്ക് ക്യാപ്സ്യൂൾ ടൈപ്പ് ആക്കിയിട്ട് തന്നിട്ട് വിട്ടിട്ടുള്ളത് അത് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓവറോൾ പറയുകയാണെങ്കിൽ ഭയങ്കര ബെനിഫിഷ്യൽ ആയിരുന്നു ക്ലാസ്. ഞാൻ നിങ്ങൾ വിട്ടു പോവില്ല, കിട്ടുന്നത് വരെ ഞാൻ പോവില്ല. അത്രയും ഫോക്കസ് ചെയ്തിട്ടാണ് എജ്യൂസിന്റെ ടീം പഠിപ്പിക്കുന്നത് എന്നുള്ള എനിക്ക് അത്രയും ഉറപ്പാണ്. അപ്പൊ ഞാൻ എന്തായാലും കീപ്പ് ചെയ്യും. ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇന്ന് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അവര് ആക്ച്വലി കോച്ചിങ് ഇല്ലാണ്ടാണ് ചെയ്തത്. മിക്കവാറും അവരൊരു 1 to 2 വീക്സിനുള്ളിൽ അവർ എന്തായാലും ഒരു 5-6 ആൾ ജോയിൻ ചെയ്യും. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഈവൻ എൻ്റെ ഫാമിലിക്കായാലും എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇതിൽ. അപ്പൊ അതൊരു അത് ഭയങ്കര ബെനിഫിഷ്യൽ ആണ്. അപ്പം കോച്ചിങ് ചെയ്തിട്ട് പോകണം തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇത് പിന്നെ കുറേ ആൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഓവറോൾ ഒരു പോസിറ്റീവ് എഫക്റ്റ് ആണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ക്വസ്റ്റ്യൻ ഈസി ആയിരുന്നു. നമ്മൾ റിവൈസ് ചെയ്തതും ഒക്കെ കൂടുതലും ചോദിച്ചേക്കുന്നു, എളുപ്പമായിരുന്നു. ക്ലാസ് മിസ്സേ പക്ഷെ ഞാൻ ഇപ്പം ചേർന്നിട്ട് ഇത് തുടങ്ങിയപ്പോഴാണ് ഞാൻ ചേർന്നത്. മുമ്പൊക്കെ ഞാൻ ചേർന്ന് വെറുതെ പോയി എഴുതിയതാ. ഇപ്പോഴ് 20-30 മാർക്കിനെ അപേക്ഷിച്ച് ഇപ്പൊ എങ്ങനെ ഒരു 60 എബോ എന്നൊക്കെ പറയുമ്പോൾ ക്ലാസ് ടെസ്റ്റിന് ഇതിനെ വെച്ചല്ല ഞാൻ പറയുന്നത്. ക്ലാസ് ടെസ്റ്റിന് ഇടുമ്പോഴായാലും 60 എബോ അല്ലെങ്കിൽ 70 എബോ ഒക്കെ വരുമ്പം നമ്മളെ കൊണ്ട് അത്രയൊക്കെ പറ്റിയില്ലേ. നമ്മളിപ്പോ പഠിച്ചു തുടങ്ങിയിട്ട് ഇത്രയൊക്കെ പറ്റുമെങ്കിൽ എന്തായാലും പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇപ്പൊ ഉണ്ട്. ഈ എക്സാം എഴുതി കഴിഞ്ഞപ്പോ നമുക്ക് തന്ന നോട്ട്സും നമുക്ക് പ്രൊവൈഡ് ചെയ്ത നോട്ട്സും ടെസ്റ്റും ഒക്കെ തന്നെ ടെസ്റ്റിലൊക്കെ വന്നത് തന്നെ നമ്മളെ ക്വസ്റ്റ്യന് വന്നേക്കുന്ന.
ഇപ്രാവശ്യത്തെ പക്ഷെ നല്ല ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ അതെ, ക്വസ്റ്റ്യൻ പക്ഷെ IMS വെച്ച് LSD നല്ല എളുപ്പമായിരുന്നു. അപ്പൊ എന്തായാലും നല്ല മാർക്സ് തന്നെ കിട്ടട്ടെ ടൊമീനുവിന്. എല്ലാ ബെസ്റ്റ് വിഷസും. താങ്ക് യു മിസ്റ്റർ, കിട്ടട്ടെ. ഓക്കേടാ, ശരി. പിന്നെ അതിന്റെ ഷോർട്സ് കണ്ട് പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. ഒന്നും വേറൊരു കോച്ചിങ് സെന്റർ നോക്കാണ്ടാണ് ഞാൻ ഇതിലൊക്കെ കയറിയത്. അപ്പൊ അന്നേരം എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ആരുടെങ്കിലും റിവ്യൂ എടുത്തിട്ടുണ്ടോ, നീ ആരുടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്താന്നുള്ളത്. അതന്നെ മാം, ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് ഞാനും ഇത് സെലക്ട് ചെയ്തത്. യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോ കണ്ടത്. അപ്പൊ കൊള്ളാലോ, എനിക്ക് നല്ല മനസ്സിലാവുന്ന രീതിയിൽ ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഉണ്ടായിരുന്നു. യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് ഞാനും ഈ എഡ്യൂസ് പിക്ക് ചെയ്തത്. എന്തായാലും നന്നായി ഇപ്പൊ എനിക്ക് നല്ല ഉറപ്പുണ്ട്, 100% ഷുവറാ. ക്ലാസ് നല്ല യൂസ്ഫുൾ ആയിരുന്നു. അത് പഠിച്ചത് കൊണ്ട് മാത്രമേ എനിക്ക് ഒരുവിധമെങ്കിലും ആൻസർ മനസ്സിലാവാം. ഓക്കെ, ഇതിന് ഈ ആൻസർ വരും, ഇങ്ങനെയാണ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നമ്മുടെ എഡ്യൂസിൽ ചേർന്നതിന് ശേഷമാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അപ്പോഴാണ് എനിക്ക് ബോധം വന്ന്, ഇത് മുന്നേ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ലിസ്റ്റ് കയറിയാണെന്ന് ഇപ്പൊ ഉള്ള ഒരു ഇതുണ്ട്. എന്തായാലും എക്സാംസ് ഒക്കെ നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യാം. ഉറപ്പായും മാം. ഇപ്പൊ ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. എഡ്യൂസിന് ചേർന്നതിന് ശേഷം എനിക്ക് കിട്ടിയത്. എന്തായാലും കിട്ടും. ഇതില്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ട് ദൈവം എന്നൊരു വിശ്വാസം വന്നിട്ടുണ്ട്. മാമും ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറെ വട്ടം തളർന്നു പോയിട്ടുണ്ട്. ഒരു എക്സാം എഴുതിയിട്ടുള്ളൂ, ആകെ എയിംസ്. പക്ഷെ അത് ജസ്റ്റ് മിസ്സിൽ എനിക്ക് വിട്ടപ്പോ എനിക്ക് ഭയങ്കരമായി തളർന്നു. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായി തളർന്നു. പക്ഷെ മാം നല്ല സപ്പോർട്ട് ചെയ്തു. ശരിക്കും താങ്ക് യു മാം. എന്തായാലും അനിതയ്ക്ക് ഇതിന് നല്ല സ്കോർ ഉണ്ടാവട്ടെ. ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യത്തെ പോലെ അല്ല, കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിലും കണ്ടുപരിചയമുള്ളതുണ്ട്, വലിയ കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ നയന മാഡത്തെ ഇവര് പറഞ്ഞ പോലെ യൂട്യൂബിലെ നയന മാഡത്തിന്റെ ഒരു ക്ലാസ് കണ്ടിട്ടാണ് ഞാൻ തന്നെയാണ് അവിടെ ജോയിൻ ചെയ്തത്. അപ്പൊ ഫാത്തിമ പറഞ്ഞാൽ എന്റെ ഒരു ഫ്രണ്ടിനാണ് കൂടി ഞാനത് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മാഡത്തിന്റെ ക്ലാസ്സും എനിക്ക് നല്ലപോലെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഒന്നും എല്ലാം ഓഫായി കിടക്കുമായിരുന്നു. ഇപ്പം ഓൺലൈൻ ക്ലാസ് ഞാൻ ആദ്യമായിട്ട് ചേരുന്നത്. പക്ഷെ അതൊക്കെ നല്ല ഉപകാരപ്പെട്ടു. എന്തായാലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും മറ്റു വേറൊരു മേഡം ഉണ്ട്, എനിക്ക് മേഡത്തെ പേര് എടുത്തില്ല. നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോഴും 4 ഓപ്ഷൻ ആണെങ്കിലും വരുന്നെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഉപകാരപ്പെട്ടിട്ട് നമ്മുടെ കൂടെ ഹർഷ മാമും സന മാമും ഉണ്ടായിരുന്നു, 2 പേരും ഉണ്ടായിരുന്നു. എല്ലാരും നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് തന്ന് ഗൈഡ് ചെയ്തിട്ടുണ്ട്. പഴയ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ യൂട്യൂബിനകത്ത് ആദ്യമൊക്കെ എടുത്ത് കാണുന്നുണ്ടായിരുന്നു ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ. അതങ്ങനെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു വീഡിയോ. അങ്ങനെ ആദ്യ പ്രകാരമാണ് ഞാൻ ജോയിൻ ചെയ്തത്. ശരി, നമുക്ക് തുടക്കം തൊട്ടേ കുറെ ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു. പാർവതി മാം, ആര്യ മാം, കൃഷ്ണ മാം, അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നല്ല രീതിക്ക് പഠിക്കുക. ഇതിനേക്കാൾ എഫേർട്ട് ഇട്ട് ഇനി അടുത്ത എക്സാമിന് പഠിക്കാം കേട്ടോ. നല്ല മാർക്സ് എന്തായാലും കിട്ടിയിട്ട് ഇനി പോകുന്നുള്ളൂ. എന്തായാലും തിരിച്ചിറങ്ങി PSCക്കകത്തേക്ക് ഇപ്പൊ എന്തായാലും മനസ്സിലായി, നല്ലപോലെ പിടിച്ചാൽ കിട്ടുമെന്നുള്ളത് എന്തായാലും മനസ്സിലായി. ആദ്യമൊക്കെ ഒരു ബോധമില്ലാതെ പോയി എഴുതിക്കൊണ്ടിരുന്നത്, വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ഒരു സമയം ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഒരു PSC വേണം എന്നുള്ളത് ഒരു അത്യാവശ്യമാണെന്നുള്ള കാര്യം ഇപ്പൊ അത് മനസ്സിലായി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാണ്, എജൂസിന്റെ അടിപൊളി ക്ലാസ് ആണ്. ഞാൻ ഇതിന്റെ മുന്നേ IMSൽ എജൂസിൽ ഉണ്ടായിരുന്നു. ഞാൻ വയനാട് IMSന്റെ ലിസ്റ്റിലുണ്ട്. അത് ഞാൻ DHSന് പ്രിപ്പയർ ചെയ്തപ്പോഴാണ് എജൂസിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. ആ ഇടയിൽ IMS വന്നപ്പോ അങ്ങനെ അറ്റൻഡ് ചെയ്തതാണ് വയനാടിന്റെ. അതിൽ ലിസ്റ്റിലുണ്ട്. പിന്നെ ഞാൻ കുറെ താങ്ക് യു മാം. ഈ റിവിഷൻ ബാച്ച് എന്ന് പറഞ്ഞിട്ട് ഇട്ടപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ കയറാന്നുള്ള രീതിയിൽ അങ്ങനെ കയറി. പക്ഷെ ഞാൻ അറ്റൻഡ് ചെയ്ത ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസും എജൂസിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 70 above ക്വസ്റ്റ്യൻസ് സെയിം ക്വസ്റ്റ്യൻസ് പോലെ എനിക്ക് തോന്നി. എജൂസിന് അതേ ക്വസ്റ്റ്യൻസ് പോലെ തന്നെ തോന്നി. എന്തായാലും നമ്മുടെ IMS ലിസ്റ്റിൽ വന്ന പോലെ ഇതിലും ഉറപ്പായിട്ട് നല്ല സ്കോർ ഉണ്ടാവട്ടെ കേട്ടോ. ഇനി വരുന്ന എക്സാംസ് ഒക്കെ എന്തായാലും അറ്റൻഡ് ചെയ്യാം. ഇനിയിപ്പോ IMSന്റെ LSGDയുടെയും ബാക്കി ഡിസ്ട്രിക്ട്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാം നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ തന്നെയായിരുന്നു എഡ്യൂസ്. പിന്നെ കുറെ കാലത്തിന് ശേഷമാണ് ഞാനിപ്പം ഇതിലേക്ക് ജോയിൻ ചെയ്തത്. എന്താ പറയാ, നല്ലതായിരുന്നു, വളരെ അടിപൊളിയായിരുന്നു. ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പം അത്യാവശ്യം നന്നായിട്ട് എനിക്ക് ഇന്നത്തെ ഒരു എക്സാം ഞാൻ ആദ്യമായിട്ട് PSC പോയിട്ട് ഇന്നാണ് എനിക്ക് സമയം കിട്ടാതെ വന്നത്. സമയം തികയാതെ വന്നുള്ളത്. പക്ഷെ ഇന്നാണ് എനിക്ക് ഫുൾ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചിട്ടില്ല. ഏകദേശം ഒന്ന് വായിച്ചിട്ട്
അറ്റൻഡ് ചെയ്യാന്നുള്ള അത്രയ്ക്ക് എനിക്ക് അറിയാമായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സാം എഴുതിയത്. എനിക്ക് എന്താ അറിയില്ല, ഇത്രയും എളുപ്പമായത് കൊണ്ട് കിട്ടൂല്ലേന്നൊന്നും എനിക്കറിയില്ല. അതാണ് എഡ്യൂസ് എന്തായാലും അവരുടെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു കാര്യം എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്, ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഓൺലൈൻ ക്ലാസ്സുമായിട്ട് ഇത്രയും അറ്റാച്ച്ഡ് ആവണത്. ഇത്രയും അതായത് ഇപ്പൊ ഒരുപാട് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ചേർന്നിട്ടുണ്ട്, വെറുതെ ക്യാഷ് കൊടുക്കും, അവരാരും കോണ്ടാക്റ്റും ചെയ്യില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ പഠിച്ചോ ഇനി എത്ര പോർഷൻ കവർ ചെയ്യാനുണ്ട് എന്ന് മാം വിളിച്ചപ്പോഴാണ് അയ്യോ ഇവർ ഇങ്ങനെയൊക്കെ ചോദിക്കുവോ എന്ന് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് കോള് വന്നപ്പോ ഞാൻ അങ്ങനെയാണ് ചെക്ക് ചെയ്തത്. എനിക്ക് അത് കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഓൺലൈൻ ക്ലാസ്സുമായിട്ട് ഇത്രയും അറ്റാച്ച്ഡ് ആയതും ഇത്രയും പേരുടെ പേരൊക്കെ എനിക്ക് അറിയണതും. ഇവരൊക്കെ എല്ലാവരും ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റുഡൻസ്, നമ്മുടെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിന് പോകുമ്പോ നമ്മുടെ ക്ലാസ്സുകാരില്ലേ അതുപോലെ ആയത്. അതുകൊണ്ട് എനിക്ക് എഡ്യൂസിനോട് സത്യം ബാക്കിൽ നടന്ന് പഠിക്കുന്ന തന്നെ വേറൊരു ടീമിനെ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ അത്രയും അറ്റാച്ച്ഡ് ആയി, എന്ത് പറഞ്ഞാലും അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഏത് മാം ആയാലും നമ്മൾ അത്രയും ക്ലോസ് ആയി. ഞാൻ പറയില്ല നൈന മാമൊക്കെ ഏത് നട്ടപ്പാതിരാക്ക് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ 1 മണിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് വരെ കറക്റ്റ് മാം ഉറങ്ങിയിട്ടില്ലെങ്കിൽ അപ്പം തന്നെ എനിക്ക് റിപ്ലൈ തരും. അപ്പോൾ ഞാനിങ്ങനെ പറയും എൻ്റെ ഹസ്ബൻഡ് അടുത്ത് ഞാനിപ്പം ഒന്ന് ഡൗട്ട് ചോദിക്കട്ടെ, അപ്പോൾ പറയും ഈ സമയത്താണോ നീ പോയി ഡൗട്ട് ചോദിക്കാൻ പോകുന്നത്? പക്ഷെ അത് അങ്ങനെയല്ല, അത് അത്രയും ഫ്രീ ആയിട്ടാണ് നമ്മൾ അവരായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒന്ന് കിട്ടാന്നുള്ളത് ശരിക്കും ഭയങ്കര ലക്ക് തന്നെയാണ്. അങ്ങനെയാണ് നോർമലി ചെയ്യല്, പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് സംതിങ് ഡിഫറെന്റ് ആണ് എഡ്യൂസിന്റെ ടീം. നല്ല ഉപകാരമാണ്. നമ്മള് മോക്ക് ടെസ്റ്റിനേക്കാളും എളുപ്പമായിരുന്നു PSCയുടെ ക്വസ്റ്റ്യൻസ്. അതാ പറഞ്ഞത്, നമ്മളെ പ്രിപ്പയർ ചെയ്ത് വെച്ചതാ. മീൻസ് ടഫൊക്കെ കണ്ടിട്ട് നമുക്ക് സിമ്പിൾ ആക്കാൻ വേണ്ടിട്ട് നമ്മൾ അവര് പ്രിപ്പയർ ചെയ്തതാ. നല്ല ഹെൽപ്പായിരുന്നു. നമുക്ക് എജൂസിന്റെ ആ ക്ലാസ് ആണ് ആദ്യം, മാമിന്റെ മുഖമൊക്കെയാണ് ആദ്യം ഓർമ്മ വരുന്നത്. നല്ല കോൺഫിഡൻസ് ഉള്ള ക്ലാസ് കേട്ടിട്ട് നമുക്ക് നല്ല ത്രില്ലായിരുന്നു ക്ലാസ് ഒക്കെ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഓരോന്നും ഇങ്ങനെ ഓർത്ത് വരുമ്പോ മാമിനെ ഓർമ്മ വരും. അപ്പൊ എന്തായാലും നല്ല മാർക്സ് ഉണ്ടാവട്ടെ. ഇനി വരാൻ പോകുന്ന എക്സാമിന് നല്ല രീതിക്ക് ഉണ്ടാവട്ടെ കേട്ടോ. സ്കോർ എജൂസ് അക്കാദമി നമുക്ക് ഒരു കോൺഫിഡന്റ് തന്നത്, ഒരു ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡന്റ്.